പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിൽ തിരിച്ചടി ശക്തമാക്കി ഇറാൻ. ഇസ്രയേൽ ആക്രമണത്തിൽ ഖമനേയിയുടെ മകളും മരുമകനും പേരക്കുട്ടിയും സംയുക്ത സൈനിക മേധാവിയും ഉൾപ്പെടെ പ്രമുഖർ കൊല്ലപ്പെട്ടു. ഇറാനിൽ 40 ദിവസത്തെ ദുഃഖാചരണം. ഭരണ നിയന്ത്രണത്തിന് താൽക്കാലിക 3-അംഗ നേതൃത്വ സമിതി. പകവീട്ടുമെന്നും അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ചെന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. 3 സൈനികർ കൊല്ലപ്പെട്ടുവെന്നും USS പടക്കപ്പലായ എബ്രഹാം ലിങ്കൺ സുരക്ഷിതമെന്നും അമേരിക്ക. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങളിലേക്കും ഇസ്രയേലിലേക്കും ഇറാന്റെ വ്യോമാക്രമണം. ആക്രമണങ്ങളിൽ 3 പേർ മരിച്ചെന്ന് UAE. മധ്യസ്ഥ രാജ്യമായ ഒമാനെ ആക്രമിച്ചതിൽ പ്രതിഷേധവുമായി സൗദിയും ഖത്തറും. ഇറാന് GCCയുടെ വിമർശനം. വിവേകത്തോടെ പെരുമാറണമെന്ന് UAE. ഗൾഫ് മേഖല കനത്ത ജാഗ്രതയിൽ. 10+2 പരീക്ഷകൾ CBSE മാറ്റിവെച്ചു. ദുബായ് ഗ്ലോബൽ വില്ലേജ് താൽക്കാലികമായി അടച്ചു. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് വർക്ക് അറ്റ് ഹോം. ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇറാനിൽ കനത്ത നാശനഷ്ടം. റെഡ് ക്രസന്റ് ആക്രമിച്ച് ഇസ്രയേൽ. സ്വതന്ത്ര രാജ്യങ്ങൾ നിശബ്ദത അവസാനിപ്പിക്കണമെന്ന് ഇറാൻ. ടെഹ്റാനിൽ വൻ പ്രതിഷേധ റാലി. പാകിസ്ഥാനിലെ കറാച്ചിയിൽ US കോൺസുലേറ്റിന് നേരെ ആക്രമണം. അമേരിക്കയിലെ ടൈംസ് സ്ക്വയറിൽ യുദ്ധവിരുദ്ധ റാലി. സമാധാനത്തിന് ആഹ്വാനം ചെയ്തു മാർപ്പാപ്പ. അയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിൽ ചരിത്രത്തിലെ ഏറ്റവും തിന്മ നിറഞ്ഞ മനുഷ്യനെ വധിച്ചുവെന്ന് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റുമായി ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ അടിയന്തര സുരക്ഷാ സമിതി യോഗം ഡൽഹിയിൽ. എയർ അറേബ്യ വിമാനത്തിലെ യാത്രക്കാരായ 3 മലയാളികൾ ഉൾപ്പെടെയുള്ള 8 ഇന്ത്യക്കാർ കറാച്ചിയിൽ കുടുങ്ങിയതായി നോർക്ക. വിമാനത്താവളത്തിൽ കുടുങ്ങിയത് അസർബൈജാനിൽ നിന്നും കുവൈറ്റിലേക്ക് പോയവർ. കറാച്ചിയിൽ ഇറക്കിയത് വ്യോമപാത മാറ്റിയതിനെ തുടർന്ന്. കുടുങ്ങിയവരെ കൊളംബോ വഴി ഇന്ത്യയിലെത്തിക്കാനുള്ള സാധ്യത പരിശോധിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ ഗൾഫ് മേഖലയിൽ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവം. CPM-ൽ ജയസാധ്യതയുള്ള പ്രമുഖ നേതാക്കൾക്ക് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നില്ലെന്ന് വിമർശനം. അന്തിമ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേത്. ഇത്തവണ മത്സരിക്കണമെന്ന് G സുധാകരൻ. A റഹീം MP CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാകും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി സണ്ണി ജോസഫും VD സതീശനും ഡൽഹിയിൽ. ധാരണയിലെത്തിയ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം. ഉഭയകക്ഷി ചർച്ചകളിലെ തീരുമാനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി.